ഹായ് എവ്രിവൺ. സഫറോങ്കി ജിന്ദഗി ജോ കഭി ഖതം നഹീ ഹോ ജാത്തി ഹെ. ഇത് കേൾക്കാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും അല്ലേ? ആദ്യമായിട്ട് ഇത് കേട്ടപ്പോൾ ഞാനും വിചാരിച്ചു ഇത് എന്തായിരിക്കും ഇതിൻ്റെ അർത്ഥമെന്ന്. എത്രാം ക്ലാസ്സിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഒരു ക്യൂരിയോസിറ്റി തോന്നി അന്ന്. കുറച്ചൊക്കെ മനസ്സിലായിരുന്നു. ജിന്ദഗി ജീവിതമാണ്, കഭി നഹീ ഖതം ഹോ ജാത്തി ഹെ, ഒരിക്കലും അവസാനിക്കുന്നില്ല, അത്രയൊക്കെ മനസ്സിലായി. ആരുടെയോ ജീവിതം ഒരിക്കലും അവസാനിക്കുന്നില്ലെന്ന് മനസ്സിലായി. സഫർ എന്താണെന്ന് അന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെ പിന്നെ അത് മറന്നുപോയി. ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്തായിരുന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ഞാനിവിടെ സ്പോക്കൺ ഹിന്ദിയുടെ ചെറിയൊരു ട്യൂട്ടോറിയലുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ല, എന്നാലും ഹിന്ദി പഠിക്കുന്ന ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു. ഹിന്ദി പഠിപ്പിക്കുന്ന പല യൂട്യൂബ് ചാനൽസും ഉണ്ട്. അതൊക്കെ നമ്മൾ കാണാറുണ്ട്. അവരൊക്കെ നന്നായി ഗ്രാമർ പഠിപ്പിക്കുന്നുമുണ്ട്. ഞാനും +2 വരെ ഹിന്ദി പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരാവശ്യം വന്നപ്പം ഒരു സമയത്ത് ആവശ്യം വന്നപ്പോൾ ഒന്നും പറയാൻ പറ്റിയില്ല. മിക്കവാറും ഹിന്ദി വേർഡ്സൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, പക്ഷേ പലപ്പോഴും പറയാൻ പറ്റുന്നില്ല. അതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ ഇത് ബേസിക്കായിട്ട് പഠിക്കുന്നവർക്കുള്ളതല്ല. ബേസിക് അറിയാവുന്നവർക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഹിന്ദി പഠിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ഡൗട്ട്സൊക്കെ ഉണ്ടായിരുന്നു. ആ ഡൗട്ട്സാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴും ഒരുപാട് ഫ്ലുവൻ്റ് ഒന്നുമല്ല, എന്നാലും എല്ലാം ശരിയാണെന്നൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അറിയാവുന്നവർ ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് നേരെ കണ്ടൻറ്റിലേക്ക് പോവാം. ആദ്യം പറഞ്ഞ സെൻറ്റൻസ് തന്നെ എടുക്കാം. സബ്രോങ്കി ജിന്ദഗി ജോ കഭി ഖതം നഹീ ഹോ ജാത്തി ഹെ. അതിൻ്റെ അർത്ഥം ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. അതായത് ഇന്നും തീരാത്ത പ്രവാസം എന്ന് ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ചെറിയൊരു അർത്ഥം. അങ്ങനെ ബേസിക്കലി അതാണ് അതിൻ്റെ അർത്ഥം, പക്ഷേ വേറൊരു രീതിയിലാണെന്ന് മാത്രം. അതെന്തെങ്കിലും ആകട്ടെ. അപ്പോൾ നമുക്ക് സഫർ എന്നുള്ളതിൻ്റെ അർത്ഥം കിട്ടി, ജിന്ദഗി എന്നുള്ളതിൻ്റെ അർത്ഥം അറിയാം, കഭി നഹീ ഖതം ഹോ ജാത്തി ഹെ അതിൻ്റെ അർത്ഥം അറിയാം അല്ലേ? അപ്പോൾ അത് കൂട്ടി വായിക്കുമ്പോൾ നമുക്കൊരു മീനിങ് കിട്ടും. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതല്ല. നമ്മൾ ഇതിൻ്റെ അകത്ത് നോട്ടിഫൈ ചെയ്യാത്ത, നമ്മൾ ഇതിൽ ശ്രദ്ധിക്കാത്ത വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്കുണ്ട്. ആ വാക്കാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. ഓക്കെ, ആ വാക്കാണ് ജോ. ഈ ജോ എന്ന വാക്ക് എന്തിനാണ് അവിടെ യൂസ് ചെയ്തത്? അതായത് ഇപ്പോൾ അവിടെ ജോ എന്ന വാക്ക് ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ അത് ഉപയോഗിച്ചില്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുമോ മീനിങ്ങിൽ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ജോ എന്താണ്, അതെവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ജോ എന്ന് പറയുന്നത് ഒരു റിലേറ്റീവ് പ്രൊനൗണായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. റിലേറ്റീവ് പ്രൊനൗൺസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇംഗ്ലീഷൊക്കെ പഠിക്കുന്നവർക്കറിയാം. ഇംഗ്ലീഷ് പഠിക്കുമ്പോഴും നമ്മൾ രണ്ട് സെൻറ്റൻസുകൾ തമ്മിൽ യോജിപ്പിച്ച് പറയുമ്പോഴൊക്കെ റിലേറ്റീവ് പ്രൊനൗൺസ് വെച്ചാണ് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു വാക്ക്, ഓക്കെ, മലയാളത്തിലുള്ള ഒരു വാക്ക് തന്നെ എടുക്കാം. അതായത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മലയാളത്തിൽ ഞാൻ പറഞ്ഞത് ചെയ്യൂ. ഞാൻ ഒരാളോട് പറയാനും ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞത് ചെയ്യൂ. അത് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും വരിക? ഡു വാട്ട് ഐ സെഡ് അല്ലേ? അപ്പോൾ അവിടെ ഒരു സ്ട്രക്ചറൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. സ്ട്രക്ചറിൽ കർത്താവ് കർമ്മം ക്രിയ എന്നൊക്കെ നമ്മൾ നേരത്തെ ഗ്രാമറൊക്കെ പഠിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ആ ഓർഡറിൽ വ്യത്യാസമുണ്ട് അല്ലേ? അപ്പോൾ ഹിന്ദിക്കും വ്യത്യാസമുണ്ട്, ഇംഗ്ലീഷിനും വ്യത്യാസമുണ്ട്. മലയാളത്തിലെ പോലെയല്ല, ഒരു ചെറിയ വ്യത്യാസം അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ ഡു വാട്ട് ഐ സെഡ്, അപ്പോൾ ചെയ്യൂ എന്നുള്ളത് ആദ്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ വാട്ട് ഐ സെഡ് എന്താണോ ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അത് ഹിന്ദിയിലേക്കായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ അതിന് കുറച്ചും കൂടി വ്യത്യാസം വരും. ഇതിങ്ങനെയും പറയാൻ പറ്റില്ല, കുറച്ചും കൂടി നമുക്ക് മോഡിഫൈ ചെയ്തേ പറയാൻ പറ്റുള്ളൂ. മലയാളത്തിൽ നമുക്ക് ഡയറക്റ്റായിട്ട് പറയാൻ പറ്റും, പക്ഷേ ഇംഗ്ലീഷിലാണെങ്കിൽ കുറച്ചും കൂടി മോഡിഫൈ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഹിന്ദിയാണെങ്കിൽ കുറച്ചും കൂടി മോഡിഫൈ ചെയ്തിട്ടായിരിക്കും പറയേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ജോ മേനെ കഹാ വഹി കരൂ, എന്താണോ ഞാൻ പറഞ്ഞത് അത് ചെയ്യും. ആ ഒരു മോഡിഫിക്കേഷൻ അവിടെ ഹിന്ദിയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ പറഞ്ഞു പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ജോ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ് ജോ മേനെ കഹാ വഹി കരൂ? അതിൻ്റെ ശരിക്കുള്ള മീനിങ് എടുത്ത് നോക്കുവാണെങ്കിൽ എന്താണോ ഞാൻ പറഞ്ഞത് അത് ചെയ്യൂ. അങ്ങനെ ഒരു അർത്ഥത്തിലേക്കാണ്, അങ്ങനെ ഒരു മോഡിഫൈ ചെയ്താണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില വാക്കുകൾ നമ്മൾ മലയാളത്തിൽ ഡയറക്റ്റായിട്ട് പറയുന്ന വാക്കുകൾ ഹിന്ദിയിൽ ഡയറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ കുറച്ചുകൂടി മോഡിഫൈ ചെയ്ത് വേണം പറയേണ്ടത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. തിന്നവൻ എന്ന് പറയുന്നതിന് ഡയറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഇൻഡയറക്റ്റായിട്ട് ഇങ്ങനെയും പറയാം. ആരാണോ തിന്നത് അവൻ അല്ലേ? മീനിങ് സെയിം തന്നെയാണ്, പക്ഷേ വേറെ ഒരു രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. അടുത്ത പറഞ്ഞ് നോക്കിക്കേ. കട്ടവൻ, ആരാണോ കട്ടത് അവൻ. സെയിം അല്ലേ? അർത്ഥമെല്ലാം സെയിം തന്നെയാണ്, പക്ഷേ പറയുന്നത് കുറച്ചും കൂടി
മോഡിഫൈ ചെയ്ത് പറയണമെന്ന് മാത്രം. കുരയ്ക്കുന്ന പട്ടി, ഏത് പട്ടിയാണോ കുരയ്ക്കുന്നത് ആ പട്ടി, അങ്ങനെ തന്നെ പറഞ്ഞ് പഠിക്കണം. എന്നാലേ നമുക്ക് ഹിന്ദിയിൽ ഈ സെൻറ്റൻസ്, ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നിൽക്കുന്നവൻ, ആരാണോ നിൽക്കുന്നത് അവൻ. കഴിച്ച ഭക്ഷണം, എന്താണോ കഴിച്ചത് ആ ഭക്ഷണം. പോയവൾ, ആരാണോ പോയത് അവൾ. മരിച്ചവർ, ആരാണോ മരിച്ചത് അവർ. മേൽ പതിച്ചവർ, ആരുടെ മേലാണോ പതിച്ചത് അവർ. ചെയ്തു കഴിഞ്ഞവർ, ആരൊക്കെയാണോ ചെയ്തു കഴിഞ്ഞത് അവർ. ഈ രീതിയിൽ നമ്മൾ മോഡിഫൈ ചെയ്തിട്ടാണ് പറയണത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പറയാൻ പറ്റിയ കുറച്ച് ചോദ്യവാക്കുകൾ. ഇങ്ങനെ നമ്മൾ ചോദ്യം ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ചോദ്യവാക്കുകൾ എങ്ങനെയായിരിക്കും? മലയാളത്തിൽ തുടക്കം, തുടക്കത്തിൽ, അതായത് നമ്മൾ ഹിന്ദിയിൽ പറയാൻ ആഗ്രഹിക്കുന്ന വാക്കിൻ്റെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ എങ്ങനെയിരിക്കും എന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ ആരോ, അയാൾ, ഏതോ, അവ, എന്തോ, അത്, ആരുടെ അടുത്താണോ അവർ, എന്തിലാണോ അതിൽ, ആരുടെ മേലാണോ അവരുടെ മേൽ, ആർക്കാണോ, ഇങ്ങനെയുള്ള ചില ചോദ്യവാക്കുകൾ കൊണ്ടായിരിക്കും ആ ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ വെച്ചിട്ടായിരിക്കും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് ചെയ്യൂ, പറഞ്ഞതെന്നുള്ളതിന് ഒരു ഡയറക്റ്റായിട്ടുള്ള ഒറ്റ വാക്കില്ല. അപ്പോൾ നമ്മൾ കുറച്ച് മോഡിഫൈ ചെയ്ത് വയ്ക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളിൽ തുടങ്ങിയിട്ടായിരിക്കും നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നത് ഹിന്ദിയിൽ. ചോദ്യങ്ങൾ ചോദിക്കുമോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റോ ആവാം കേട്ടോ. ചോദ്യങ്ങൾ ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ചോദ്യവാക്കുകളാവാം വേണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്, സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള വാക്കുകൾ വേണമെങ്കിലും ആകാം. എന്ത് തരത്തിലുള്ള വാക്കുകളും ആകാം. അപ്പോൾ ഇങ്ങനെയുള്ള ഇതൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയുള്ള വാക്കുകൾ വെച്ചിട്ടായിരിക്കും ആ സെൻറ്റൻസുകൾ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം, ഹിന്ദിയിലുള്ള എക്സാമ്പിൾ നോക്കാം. ജോ ലഡ്ക ഖേൽ രഹാ ഹൈ വഹ് മേരാ ബേട്ടാ ഹൈ. ഏത് ആൺകുട്ടിയാണോ കളിച്ചുകൊണ്ടിരിക്കുന്നത് അത് എൻ്റെ മകനാണ്. അല്ലേ? അപ്പോൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടി എൻ്റെ മകനാണെന്ന് ഡയറക്റ്റ് പറഞ്ഞാൽ മതി. പക്ഷേ ഹിന്ദിയിൽ അങ്ങനെ ഡയറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ജോ വെച്ചായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ജോ ലഡ്ക, ഏത് ആൺകുട്ടിയാണോ കളിച്ചുകൊണ്ടിരിക്കുന്നത് അത് അവൻ. ഏത് ആൺകുട്ടിയാണോ കളിച്ചുകൊണ്ടിരിക്കുന്നത് ആ കുട്ടി അല്ലെങ്കിൽ അവൻ എൻ്റെ മകനാണ്. വേറെ ഒന്ന് നോക്കൂ. ജോ ലഡ്കെ ഝൂഠ് ബോൾത്തെ ഹൈ സജാ പാത്തെ ഹൈ. ഏത് ആൺകുട്ടികളാണോ നുണ പറയുന്നത് അവർക്ക് പണിഷ്മെൻറ്റ് കിട്ടും. അല്ലേ? കിട്ടാറുണ്ടെന്നോ അല്ലെങ്കിൽ കിട്ടുമെന്നോ അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അടുത്തത് നോക്കൂ. ജിസ് ആദ്മി കെ സാത്ത് 10 ഗാഡി ഹേ വേ മേരെ പിതാജി കെ ദോസ്ത് ഹേ. ഏത് മനുഷ്യൻ്റെ അടുത്താണോ, ഏത് ആളുടെ അടുത്താണോ 10 വണ്ടികളുള്ളത് അയാൾ എൻ്റെ അച്ഛൻ്റെ ദോസ്താണ്, ഫ്രണ്ടാണ്. അല്ലേ? അപ്പോൾ ജിസ് ആദ്മി കെ സാത്ത്, ഏത് മനുഷ്യൻ്റെ അടുത്താണോ, ഏത് ആളുടെ അടുത്താണോ വണ്ടിയുള്ളത്. അപ്പോൾ മലയാളത്തിൽ പറയാനാണെങ്കിൽ എങ്ങനെ പറയണോ? ഇത്രയും വളച്ചു കെട്ടി പറയണമെന്നില്ല, അല്ലേ? ഡയറക്റ്റായിട്ട് പറയാം. 10 വണ്ടിയുള്ള ചേട്ടൻ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞാൽ മതി. പക്ഷേ ഹിന്ദിയിൽ നമ്മൾ കുറച്ച് മോഡിഫൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അടുത്തതൊന്ന് നോക്കാം. മേരെ പാസ് ഏക് ദോസ്ത് ജിസ്കെ പാസ് ലാഖോ റുപ്പേ ഹൈ. എൻ്റെ അടുത്തൊരു ഫ്രണ്ടുണ്ട്, അവൻ്റെ കയ്യിൽ ലക്ഷക്കണക്കിന് രൂപയുണ്ട്. അല്ലേ? അപ്പോൾ ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. വേറെ ഒരു എക്സാമ്പിൾ. യഹി കുത്ത ഹെ ജോ ഭോഗ് രഹാ താ. ഇത് ആ പട്ടിയാണ്, കുറച്ചുകൊണ്ടിരുന്ന പട്ടി ഇതാണ്. മലയാളത്തിൽ അത്രയേ ഉള്ളൂ. പക്ഷേ നമ്മളെ യഹി എന്നുള്ളതിലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ജോ രണ്ടാമതാണ് യൂസ് ചെയ്തത്. പക്ഷേ ജോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പറയുന്നത് എന്തോ അതാണ് അതിൻ്റെ കൂട്ടത്തിലേക്കായിട്ട്, അതിൻ്റെ മീനിങ്ങുമായിട്ട് യോജിച്ച് വരുന്നത് കേട്ടോ. അപ്പോൾ ജോ ആഗ്യ, അടുത്തൊരു സെൻറ്റൻസ് ജോ ആഗ്യ, എന്താണോ ആജ്ഞാപിച്ചത്, എന്താണോ ആജ്ഞ അത്. ജോ ബി കരൂ, എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യൂ. ജോ കുച്ച് ബി കിയ, എന്തൊക്കെയാണോ ചെയ്തത് അത്. മേ ജോ ബി ഹോ തും ഹി തോ ഹോ, ഞാൻ എന്തൊക്കെയാണോ അത് നീ തന്നെയാണ്. അല്ലേ? അപ്പോൾ ജോ ആപ്കി മർസി, വേറെ ഒരെണ്ണം. ജോ ആപ്കി മർസി, എന്താണോ നിൻ്റെ ഇഷ്ടം, എന്താണോ നിൻ്റെ വിഷ്, അങ്ങനെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജോ ഉപയോഗിക്കുന്നത്. ജോ റിലേറ്റീവ് പ്രൊനൗൺ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉപയോഗം കുറച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അല്ലേ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ജോ എന്ന് പറയുന്നത് അതങ്ങനെ മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഏതെങ്കിലും രീതിയിൽ അത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതായത് നോർമലായിട്ട് ഇപ്പോൾ ഏതാണോ
എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ സെൻറ്റൻസിൽ ആദ്യം നമ്മൾ അത്, അവ, അവർ, അവൻ, അവൾ എന്നൊക്കെ പറയേണ്ടി വരും അല്ലേ? ആരാണോ നമ്മൾ ഉദ്ദേശിച്ചത് അയാൾ, അല്ലെങ്കിൽ എന്താണോ അവർ ചെയ്തത് അത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. അപ്പോൾ ജോയുടെ കൂട്ടത്തിൽ ജോ ആദ്യം ഉപയോഗിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ സെൻറ്റൻസിൽ ആദ്യമായിട്ട് നമ്മൾ ബോന്നോ, ബേന്നോ, ബഹന്നോ, യഹ്ന്നോ ഒക്കെ അങ്ങനെ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് സെൻറ്റൻസിനനുസരിച്ച് മാറും. പിന്നെ ഒരു കാര്യം നമ്മൾ പല പല ടെൻസിൽ പല ടെൻസിൽ യൂസ് ചെയ്യേണ്ടി വരും. പല രീതിയിലുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ എല്ലാം ഇത് മാറി മാറി ഇരിക്കും കേട്ടോ. അപ്പോൾ അതെങ്ങനെയായിരിക്കും? നമ്മൾ ഇപ്പോൾ ജോ ആദ്യം ചേർക്കുന്ന കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? അതല്ലാതെ ഈ ജോ എന്ന് പറയണത് ജോ പ്ലസ് നെ, ജിസ്നെ എന്ന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ജോ പ്ലസ് കോ, ജിസ്കോ, ജോ പ്ലസ് ക, ജിസ്ക, ജിസ്കി, ജിസ്കെ, ജിസ്പർ, ജിസ്സെ ഇതെല്ലാം യൂസ് ചെയ്യാം കേട്ടോ. ആദ്യം ഞാൻ മലയാളത്തിൽ കുറച്ച് ആദ്യം സ്റ്റാർട്ടിങ് വേർഡ്സ് പറഞ്ഞായിരുന്നു. അതിൻ്റെയൊക്കെ ഹിന്ദി, അതിൻ്റെ ഏകദേശം അതിൻ്റെയൊക്കെ ഹിന്ദി ട്രാൻസ്ലേഷനാണ് ഈ വാക്കുകൾ. ഇതൊന്നും അല്ലാതെ ജിൻകെ, ഉൻകെ, ജിൻക, ഉൻക, ജിൻപർ, ജിൻസെ അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ നമ്മൾ ആ ഒരു വാക്കിൻ്റെ അർത്ഥം വെച്ചിട്ട്, സെൻറ്റൻസിൻ്റെ അർത്ഥം വെച്ചിട്ടാണ് നമ്മൾ മാറി മാറി യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് യഹ് വഹ് എന്നൊക്കെ ഉള്ളതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ബേസിക് ആയിട്ടുള്ള ആ കാര്യങ്ങളൊന്നും പറയാത്തത് കേട്ടോ. അപ്പോൾ ഈ ജോ എന്ന് പറയുന്ന കാര്യം യൂസ് ചെയ്യുന്നത്, ആ ഒരു ജോ എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് മാത്രമല്ല, ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ജോ എന്ന് പറയുന്നത് ആ ഒരു രീതിയിൽ ഡയറക്റ്റായിട്ട് മാത്രമല്ല യൂസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലാതെ അതിനോട് കൂടി ചേർന്ന് നമുക്ക് പ്രത്യയങ്ങൾ യൂസ് ചെയ്തും ഉപയോഗിക്കാം. അപ്പോൾ എന്താണോ അത് എന്നുള്ളതിന് നമ്മൾ ജോ യൂസ് ചെയ്തു. അതുപോലെ തന്നെ ആരാലാണോ, ആരുടെ മേലാണോ അങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഈ പറഞ്ഞ് വേറെ വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ് ജോയുടെ കൂട്ടത്തിൽ നമ്മൾ ഈ പ്രത്യയങ്ങൾ ചേർത്തിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. എല്ലാത്തിൻ്റെ എക്സാമ്പിൾ പറയുന്നില്ല, കാരണം ഇതിൻ്റെ അർത്ഥം ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഞാനിപ്പം പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഒന്നുകൂടെ നോക്കാം. സബ്രോങ്കി സിന്ദഗി ജോ കബി ഖതം നഹി ഹോ ജാത്തി ഹെ അല്ലേ? സബ്രോങ്കി സിന്ദഗി എന്ന് പറഞ്ഞാൽ യാത്രകളുടെ ജീവിതം, അതായത് യാത്രാപൂർണ്ണമായ ജീവിതമാണ് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ പറയാൻ ഉദ്ദേശിച്ചത്, ഈ പറയുന്ന ആൾ പറയാൻ ഉദ്ദേശിച്ചത് എന്താണ്? സബ്രോങ്കി സിന്ദഗി അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അതെന്താണ്? ജോ കബി ഖതം നഹി ഹോത്തി ഹെ, അതായത് ഇങ്ങനെ പറയാൻ പറ്റും, ജീവിതയാത്രകൾ എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. ജീവിതയാത്രകൾ അത് എന്താണ്? ഒരിക്കലും അവസാനിക്കാത്തവ. അപ്പോൾ അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം ഒരിക്കലും അവസാനിക്കാത്ത ജീവിതയാത്രകൾ, അത്രേ ഉള്ളൂ. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ജോ നമ്മൾ ഇവിടെ യൂസ് ചെയ്തത്. അപ്പോൾ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ സെൻറ്റൻസിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത വേറെ ഒരു കാര്യം കൂടി പറയാം. സബ്രോങ്കി സിന്ദഗി, കീ സിന്ദഗി എന്നാണ് അവിടെ പറഞ്ഞത് അല്ലേ? കാ സിന്ദഗിന്നോ കെ സിന്ദഗിന്നോ ഒക്കെ ഉപയോഗിക്കായിരുന്നു, പക്ഷേ നമ്മൾ അതൊന്നും യൂസ് ചെയ്തില്ല. ജോ കഭി ഖതം നഹി ഹോത്തി ഹെ, നഹി ഹോത്തി ഹെ എന്ന് പറഞ്ഞേ, ഹോത്താ ഹെ എന്ന് പറഞ്ഞില്ല, ഹോത്തേ ഹെ എന്നും പറഞ്ഞില്ല. അതെന്താ പറയാത്തത്? അങ്ങനെയും പറയാൻ പാടില്ലായിരുന്നോ? വേണമെങ്കിൽ അങ്ങനെ പറയായിരുന്നു, പക്ഷേ പറഞ്ഞില്ല. അതെന്താ കാരണം? അത് അറിയണമെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ കാണാം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അതായിരിക്കും എൻ്റെ അടുത്ത വീഡിയോ. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. വാച്ച് ചെയ്തതിന് നന്ദി. നമസ്കാരം.